നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ജാഫറി ടിപ്സിൻ്റെ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാമോ? ഇന്ന് അതായത് നമ്മൾ കുറച്ച് ചെടി എടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതെവിടെയാണ് നമ്മൾ ചെടി എടുക്കാൻ പോകുന്നത്, ഏത് തരത്തിലുള്ള ചെടിയാണ് നമ്മൾ കൊണ്ടുവരുന്നത് എന്നൊക്കെ നമുക്കൊന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. അങ്ങനെ നമ്മൾ ചെടികൾ എടുക്കാൻ പോകുന്ന ഭാഗത്തുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. എന്ത് ഭംഗിയെന്നറിയാം കാണാനായിട്ട്. ഭയങ്കര ഭംഗിയുള്ള പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെയുണ്ടല്ലോ, നമ്മൾ ചെടി എടുക്കാൻ വന്നത് വേറെ എവിടെയല്ല, എൻ്റെ സ്വന്തം വീട്ടിലാണ് കേട്ടോ. അതായത് പപ്പേൻ്റെ മമ്മീൻ്റെ അടുത്ത്. പിന്നെ അതായത് നമ്മുടെ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സിന് അറിയാം കേട്ടോ, നമ്മളിങ്ങനെ പപ്പേൻ്റെ മമ്മീൻ്റെ അടുത്ത് വന്ന് ഞാൻ കുറേ നല്ല നല്ല പൂക്കളുടെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ പപ്പ കുറച്ച് ചെടിയൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാനിന്ന് കൊണ്ടാകാൻ ഉദ്ദേശിക്കുന്ന ചെടി ഏതാണെന്നറിയാമോ? അതായത് ഇതുപോലെ നമ്മുടെ ഡബിൾ പെറ്റൂണിയ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പപ്പ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ പിടിപ്പിച്ചത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഏകദേശം ഇപ്പം ഇത്രയും നല്ല ചെടിയാണ് നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ഇതുപോലത്തെ കുറച്ച് ചെടി എടുത്തുകൊണ്ട് പോയിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ കുറച്ച് ചെടികൾ എടുക്കാൻ വന്നതാണ്. അപ്പം നമ്മുടെ കയ്യിലുള്ള പൂച്ചെടിൻ്റെ വിത്തുകളൊക്കെ ഉണ്ടല്ലോ, അതാ ഇതുപോലെ ഇങ്ങനെ നമ്മൾ പാകി മുളപ്പിച്ച് കിട്ടുന്ന വിത്തിൽ നിന്നാണ്, ചെടിയിൽ നിന്നാണ് നമ്മൾ വിത്തുകൾ എടുത്ത് തരുന്നത്. ഇത് കണ്ടോ, ഇത് നമ്മുടെ കാക്കബന്ദീൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. നോക്കി എന്ത് ഭംഗിയാന്ന് കാണാനായിട്ട്, കണ്ടോ. അപ്പോൾ ഇതിൻ്റെ വിത്തായിട്ടില്ല, ഇതിനിപ്പോൾ ഇതിൽ നിന്നും വേണം നമുക്കിനി ആയിട്ട് വേണം കേട്ടോ വിത്ത് എടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സാധാ ടൈപ്പ് കാക്കബന്ദി, അതായത് ഒത്തിരി എതളുകൾ വരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഭയങ്കര ഭംഗിയായിട്ടോ കാണാനായിട്ട്. ഇതിങ്ങനെ ബുഷിയായിട്ട് വളരുള്ളൂ, ഓവർ ഹൈറ്റ് വെക്കൂല. ഇതേ രീതിയിൽ നിന്നിട്ട് നിറച്ച് പൂക്കളുണ്ടാവുന്ന ചെടിയാണ്. അത് ചെടിയിൽ ഞാൻ വിത്ത് കണ്ടോ, ഇതുപോലെ നല്ലോണം ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്ന വിത്താണ് കേട്ടോ നമ്മൾ പറിച്ചെടുക്കുന്നത്. ഇതാ കണ്ടോ, ചെടിയിൽ നിന്നും തന്നെ നമ്മൾ ലൈവായിട്ട് പറിച്ചെടുക്കുവാണ്. അപ്പോൾ ഇതിങ്ങനെ മൂത്ത് ഇങ്ങനെ നിൽക്കും കേട്ടോ. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മൾ പാകി മുളപ്പിക്കുന്നത്. അപ്പോൾ ഇത് മൂക്കണേനനുസരിച്ച് നമ്മളിങ്ങനെ പറിച്ചെടുക്കും. മമ്മി ഇത് പിടിച്ചോ? അത് നിൽക്കാതായിട്ടുണ്ടോ എന്ന് തോന്നിയില്ല കേട്ടോ. ഇനി ഏതാ പപ്പ? അത് 2 ചോട്. ഈ കാണുന്നതാണ് നമ്മുടെ ശംഖുപുഷ്പം കേട്ടോ. ഡബിൾ പെറ്റൽസിൻ്റെ ശംഖുപുഷ്പത്തിൽ പൂ വിരിഞ്ഞ് നിൽക്കുന്നതാണ്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇതൊരു ചെടിയിൽ ഇങ്ങനെ കയറ്റി വിട്ടതാണ് കേട്ടോ. നമ്മുടെ പെറ്റൂണി ചെടി നമ്മൾ അതായത് പപ്പേൻ്റെ അടുത്തുനിന്ന് പോയി എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലവർ ആകാനായിട്ടില്ല. അപ്പോൾ ഞാൻ വളരെ എന്താ പറയുക സേഫായിട്ട് ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ തൂക്കിയിട്ടേക്കാണ് കേട്ടോ. അതായത് ഉണ്ടല്ലോ, നമ്മുടെ പഴയ വീഡിയോ, അതായത് നമ്മുടെ കുറേ നാൾ മുന്നേയുള്ള വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പെറ്റൂണിയ ചെടി ഇങ്ങനെ നിറച്ചിങ്ങനെ ഈ പൂന്തോട്ടത്തിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ ഈ ഡബിൾ പെറ്റൂണിയ ചെടിയായിരുന്നു. പിന്നീട് അത് നമ്മുടെ കയ്യിൽ നിന്ന് മൊത്തമായിട്ട് അങ്ങോട്ട് നഷ്ടപ്പെട്ട പോലെ ആയിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ ഞാനിത് നട്ടിട്ട് എനിക്ക് എന്താണെന്നറിയത്തില്ല, എന്ത് ചെയ്താൽ പിടിച്ച് കിട്ടുന്നില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ പപ്പേനോട് പറഞ്ഞത്, പപ്പ കുറച്ച് ചെടിയൊന്ന് പിടിപ്പിച്ച് വെക്ക്, നമുക്കിവിടെ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യാലോ എന്ന് പറഞ്ഞ് വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ പപ്പ അത് പിടിപ്പിച്ച് എനിക്ക് തന്നത്. അപ്പോൾ നമ്മൾ ചെടി എടുക്കാൻ പോയതൊക്കെ കണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടല്ലോ, കുറേ പേര് നമ്മളോട് ഇന്നും ചോദിക്കുന്ന കാര്യമാണ് ഈ ഒരു ഡബിൾ പെറ്റൂണിയ ചെടി കൊടുക്കാനുണ്ടോയെന്ന്. പക്ഷേ ഇപ്പം നമ്മുടെ കയ്യിൽ ഇത് കൊടുക്കാനില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് വേണം നമുക്ക് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട്. അതുമാത്രമല്ല, ഈ ഒരു പെറ്റൂണിയ ചെടീനെ കുറിച്ചുണ്ടല്ലോ എനിക്കൊരു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമയോട് കൂടെ ഒന്ന് കേൾക്കണം കേട്ടോ. എന്താണെന്നറിയാമോ, നമ്മുടെ ഈ ഒരു പെറ്റൂണിയ ചെടിയെ നമ്മൾ വളർത്തുമ്പോണ്ടല്ലോ, നമുക്ക് ഈ ഒരു ചെടി ഇന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണെങ്കിൽ നാളത്തേക്കുണ്ടല്ലോ പെട്ടെന്ന് ആ ചെടി അങ്ങ് വാടുന്ന പോലെ നമുക്ക് തോന്നും. അത് എല്ലാവരും തന്നെ പറയുന്നൊരു കംപ്ലൈൻ്റ് ആണ് കേട്ടോ. പക്ഷെ അത് എന്താണെന്ന് കറക്റ്റായിട്ട് എനിക്കും കണ്ടുപിടിക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ പിന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നനവ് നമ്മൾ വളരെ കുറച്ച് മാത്രം കൊടുക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നനവിൻ്റെ പ്രശ്നം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പം ഞാനിപ്പോൾ ഇവിടേക്ക് ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് എത്ര നാളത്തെ ആയുസ് ഉണ്ടെന്നൊന്നും അറിയത്തില്ല കേട്ടോ. എന്നാലും മാക്സിമം എന്നിൽ കഴിയുന്ന പോലെ ഞാൻ ഇത് സേഫാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കും. പിന്നെ നമ്മളിങ്ങനെ ഈ ഒരു ചെടി ഉണ്ടല്ലോ, ഇത് ഹാങ്ങിങ് ആണ് കേട്ടോ. നമ്മളിത് കൂടുതലും ഇങ്ങനെ ഹാങ് ചെയ്തിടുകയാണെങ്കിലാണ് ഇതിന് ഭയങ്കര ഭംഗി കേട്ടോ. പിന്നെ ഇത് ഫ്ലവർ വരാനായിട്ട് നമ്മൾ കുറച്ച് നല്ലോണം NPK 19 ഇങ്ങനെ നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ ചെടികൾ നല്ല കരുത്തായിട്ട് വരികയും ചെയ്യും. അതിൽ നല്ല ഭംഗിയായിട്ട് പൂക്കളിടുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര മഴയുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്തും ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പോൾ ഈ മഴയുള്ളപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമ്മുടെ ചെടികൾ നമുക്കങ്ങോട്ട് എന്താ പറയുക വിചാരിച്ച പോലെ ഒരു ഭംഗിയൊക്കെ എടുക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. പക്ഷെ എന്നാലും നല്ല ഭംഗിയായിട്ട് തന്നെ അത്യാവശ്യം നല്ലോണം തന്നെ പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മുടെ ഈ ചെടി ഉണ്ടല്ലോ ഞാൻ നനച്ചിട്ടില്ല, ജസ്റ്റ് നമുക്കൊന്ന്
ചെറിയ രീതിയിലൊന്ന് നനച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാനത് നനയ്ക്കുമ്പോണ്ടല്ലോ ജസ്റ്റ് നമ്മുടെ ചെടിയിലൊന്ന് വെള്ളം ചാടിയോ ഇല്ലയോ എന്നുള്ള രീതിയിൽ മാത്രം കേട്ടോ നനച്ച് കൊടുക്കുള്ളൂ. അപ്പം ആ ഒരു ലെവലിൽ മാത്രം നമ്മുടെ ചെടികൾ നമ്മൾ നനയ്ക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ നമുക്കത് പിടിപ്പിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ മറ്റൊരു വീഡിയോയിൽ നമ്മുടെ ഈ ചെടികൾക്ക് കൊടുക്കുന്ന വളം കാണിച്ചു തരാം. പിന്നെ നല്ല ഭംഗിയായിട്ടൊക്കെ പൂവിട്ട് നിൽക്കുന്നതൊക്കെ വേറൊരു വീഡിയോ ആയിട്ട് തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഇപ്പം നമ്മുടെ പൂക്കളുടെ വിശേഷം. അതായത് നമ്മുടെ ബോൾസം പ്ലാന്റൊക്കെ നല്ലോണം ഭംഗിയായിട്ട് തന്നെ പൂത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ ഈ ബോൾസം പ്ലാന്റിൻ്റെ കട്ടിങ്സ് തരാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ കട്ടിങ്സ് കൊടുക്കുന്നില്ല. എന്താണെന്നറിയോ കൊടുക്കാത്തതിൻ്റെ കാരണം? ഇത്ര ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്ന ആ ഒരു ചെടിയിൽ നിന്ന് നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാൻ തോന്നും? അപ്പോൾ ഇത് കുറച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ പൂവൊക്കെ ഒന്ന് കുറഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കട്ടിങ്സ് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ വേറെ എന്തോ വിശേഷം? ഇതൊക്കെ തന്നെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ്. അതായത് നമ്മുടെ പെറ്റിയോണ ചെടി നമ്മൾ കൊണ്ടുവരുന്നു, അത് നമ്മൾ ഹാങ് ചെയ്തിട്ട് കാണിക്കുന്നു. പിന്നെ ഇത്രയൊക്കെ തന്നെ. അപ്പോൾ ഇനിയും നമുക്കുണ്ടല്ലോ ഇതുപോലെയൊക്കെയുള്ള നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ കുറേ വീഡിയോസ് നമ്മൾ ചെയ്യും, നല്ല ഭംഗിയുള്ള വീഡിയോസൊക്കെ നമ്മളിനി പുറകെ വരും കേട്ടോ. എന്താ അറിയാവോ, പിന്നെ ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് അതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളും എങ്ങനെയാണെന്നൊക്കെ അറിയാനായിട്ട് ഒത്തിരി താല്പര്യം ഉണ്ടാകും അല്ലേ. അപ്പോൾ നമ്മൾ എല്ലാം നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരുണ്ടല്ലോ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായിരിക്കും കേട്ടോ. നമ്മുടെ പെറ്റ്യൂണ ചെടിയിൽ ഇതാട്ടോ പൂവിട്ട് നിൽക്കുന്നത്. ഭയങ്കര ഭംഗിയുള്ളൊരു ഫ്ലവറാണ് കേട്ടോ ഈ ഒരു ചെടിയിൽ വിരിയുന്നത്. പിന്നെ ഇത് നമ്മളിങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കണം നമ്മുടെ മറ്റുള്ള ചെടികളാണ് കേട്ടോ. ഇതാ അത്യാവശ്യം കുഴപ്പമില്ലാതെയാണ് നിൽക്കുന്നത് കണ്ടോ. ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ, ഇതിലൊക്കെ ഫ്ലവർ ഇടാനായിട്ട് ആകുന്നതേ ഉള്ളൂ. പിന്നെയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.